ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് നോക്കുന്നത്. രണ്ട് വിഷയത്തിൽ റഷ്യയുടെ പുടിൻ ഒരു 12 മിനിറ്റ് നീണ്ട ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് പറഞ്ഞത്, എന്താണ് ഈ സീസ് ഫയർ ഡീലുമായിട്ട് ഉള്ള ഡയറക്റ്റ് ഒപ്പീനിയൻ, അതൊരു സൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ബലൂച്ച് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഹക്കീം ബലൂച്ച് എന്ന് പറഞ്ഞ ഒരു സ്പോക്സ് പേഴ്സൺ തന്നെ പറയാം, ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ സ്പീച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ട് വിഷയത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും സിംപ്ലി വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഒരു 30 ദിവസത്തെ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക് ആയിട്ട് റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു യുദ്ധം തുടങ്ങില്ല. ഈ 30 ദിവസം കഴിഞ്ഞാൽ സീസ് ഫയർ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ള ഉറപ്പ് താങ്കൾക്കുണ്ടോ? അതായത് ഈ ഒരു അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ ഒരു 30 ദിവസത്തെ കരാറിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് ആ സീസ് ഫയർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുടിൻ്റെ ഈ ഒരു സ്പീച്ചിൽ എങ്ങനെയാണോ പുള്ളി മറുപടി കൊടുത്തത് അതേപോലെ തന്നെ ഞാനിവിടെ പറയാൻ പോവാണ്. അപ്പോൾ അത് ട്രംപ് ഒരു ത്രെട്ട്, ഒരു വാണിംഗ് ആണല്ലോ കൊടുത്തിരുന്നത് തലേ ദിവസം. അതായത് പുടിൻ ഇത് സമ്മതിച്ചേ പറ്റൂ എന്നുള്ള നിലയിലുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരുന്നത്. എന്നിട്ടാണ് ഈ രണ്ട് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റീവ് വിറ്റ്കോഫിനെയും അതേപോലെ മൈക്ക് വാട്സിനെയും കൂടെ റഷ്യയിലേക്ക് വിട്ടത്. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി, ഇനി ഡിസിഷൻസ് എല്ലാം പുടിൻ്റെ കോർട്ടിലാണ്. അതായത് ഇനി ബോൾ പുടിൻ്റെ കോർട്ടിലാണ്, പുടിനാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതായത് റഷ്യയാണ് ഇനി ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അഥവാ എല്ലാ ബ്ലെയിംസും കൂടെ റഷ്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് റഷ്യ ഇത് ഡിനൈ ചെയ്യുന്ന പക്ഷം ലോകം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? അതായത് റഷ്യക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവസാനം റഷ്യയുടെ കോർട്ടിലിട്ട് കൊടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവർ കൗണ്ടർ പാർട്ടി ചർച്ച നടത്തിയത് റഷ്യയുമായിട്ടാണ്. അപ്പോൾ റഷ്യയുടെ ഇൻപുട്ടുകൾ ഇവർ ഓൾറെഡി കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഉക്രൈനുമായിട്ട് ഇവരൊരു ചർച്ച നടത്തുന്നു. അപ്പോൾ ഉക്രൈനുമായിട്ട് ചർച്ച നടത്തുമ്പോൾ സെക്കൻഡ് കൗണ്ടർ പാർട്ടാണ് ഉക്രൈൻ. അപ്പം ഉക്രൈൻ അവിടെ സെക്കൻഡ് പ്രയോറിറ്റിയാണ് വരുന്നത്. എന്നാലും ഉക്രൈൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉക്രൈനുമായിട്ട് നടത്തിയ ചർച്ചയിൽ എന്തോ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉക്രൈൻ്റെ ഭാഗത്തുള്ള കണ്ടീഷൻസ് മാത്രം ഈ ഒരു സീസ് ഫയർ ഡീലിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു 30 ദിവസത്തെ വെടിനിർത്തൽ കരാറായിട്ട് ഇതിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒരു പെർമനന്റ് സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഒരുക്കാണ്ട് ഒരു ടെമ്പററി സീസ് ഫയറിനുള്ള ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് റഷ്യയിലേക്ക് അയച്ചത്. എന്നാലോ അയച്ച ഡോക്യുമെന്റിൽ റഷ്യയുടെ താല്പര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് പുടിൻ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് സാങ്ഷൻസ്, അതായത് റഷ്യയുടെ മേളിൽ അതിഭീകരമായ രീതിയിലുള്ള സാങ്ഷൻസ് ഇനി ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞു വന്നത് ട്രംപിന് ഒരു താങ്ക് യു പറഞ്ഞായിരുന്നു. ട്രംപിന് വലിയൊരു താങ്ക് യു പറഞ്ഞു. പുടിൻ്റെ സൈഡിൽ നിന്ന് താങ്ക് യു ഒക്കെ കേട്ടിട്ട് ട്രംപ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ തന്നെ ട്രംപിന് കുറുക്കി കൊള്ളുന്ന മറുപടികളാണ് പുടിൻ്റെ വായിൽ നിന്ന് വന്നത്. പുടിൻ പറഞ്ഞത് സാങ്ഷൻസ്, ഇനി എന്ത് സാങ്ഷൻസ് ആണ് റഷ്യയുടെ മേളിൽ ഇടാനുള്ളത്? നിങ്ങൾ ഒരുപാട് സാങ്ഷൻസ് നമ്മുടെ മേളിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആ സാങ്ഷൻസിനെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. റഷ്യക്കുള്ളിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഞങ്ങൾ സെൽഫായിട്ട് സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളുടെ ലീഡേഴ്സ്, അതായത് ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതേപോലെ തന്നെ ഉക്രൈൻ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അവരൊക്കെ മുന്നോട്ട് വയ്ക്കാത്ത എന്ത് തരത്തിലുള്ള ആശയമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇനി ഇതിനേക്കാളും ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടോ? ചോദിക്കേണ്ടതില്ല, വളരെ വ്യക്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ഈ സീസ് ഫയർ ഡീലിനെ 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങൾ, ചില നെഗോസിയേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് റഷ്യയുടെ താല്പര്യം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഈ ഉക്രൈന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു 30 ഡേയ്സ് ഡീൽ വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് സെലൻസ്കി ഇന്നലെ വിളിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ വാർത്തയിൽ ഇട്ടിട്ടുണ്ട്. സെലൻസ്കി പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ റഷ്യ അല്ല ഒരു രാജ്യവും സമ്മതിക്കാൻ പോകുന്നില്ല. അത് തന്നെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് അമേരിക്കയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് റഷ്യ ഈ 30 ദിവസത്തെ സീസ് ഫയർ ഡീൽ തള്ളിക്കളയുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന്, അമേരിക്കയോട് കൂടി ചേർന്ന് റഷ്യയെ ആക്രമിക്കും എന്നുള്ള നിലയിലാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി മുൻകൂട്ടിയെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും നടക്കാനുണ്ടോ? ഒരിക്കലും. ബെലോറസിൽ ഇപ്പൊ റഷ്യ പുതിയതായിട്ട് അവിടെ ഒരു ബാലിസ്റ്റിക് മിസൈലും അതേപോലെ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട്, ഒരു സപ്പോർട്ടിംഗ് സർവീസിന് വേണ്ടിയിട്ട് റഷ്യ അവിടുത്തെ ഡിഫൻസ് എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ബെലോറസിലോട്ട്. ബെലോറസിന്റെ ലീഡറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അവിടെ നിന്നും ബാലിസ്റ്റിക് മിസൈൽ, അവിടെയും റഷ്യക്ക് ഒരു ഡിഫൻസ് എക്സ്പാൻഷൻ, ഒരു ബേസ് അവിടെ റെഡിയാക്കുകയാണ് ബെലാറസിൽ. അവിടെ ഓൾറെഡി ഉണ്ട്, അതിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുകയാണ്. ഇതെല്ലാം തന്നെ ഓൾറെഡി യൂറോപ്യൻ കൺട്രീസിന് അമേരിക്കയുടെ സപ്പോർട്ട് ഓൾറെഡി ഉള്ളതാണ്.
അമേരിക്കയുടെ ഇവർ ഉപയോഗിക്കുന്ന പല സാമഗ്രികളും പല സാധനങ്ങളും തന്നെ അമേരിക്കയുടെ തന്നെയാണ്. ഇതിനകത്ത് ഒരു ഡൗട്ടിനും ആവശ്യമില്ല. പിന്നെ ചെറിയ തോതിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന 2-3 കമ്പനികൾ മാത്രമേ ചില രാജ്യങ്ങളിലുള്ളൂ. ബാക്കിയെല്ലാം തന്നെയും അമേരിക്കയുടെ സാധനങ്ങൾ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കന് പുതിയതായിട്ട് അവിടെ കൊണ്ട് എന്തെങ്കിലും അവിടെ സ്ഥാപിക്കാനൊന്നുമില്ല. ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും ഉണ്ട്, 2 സൈഡിലും ഉണ്ട് ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ഇനി സാധ്യമല്ല എന്നുള്ളത്, അത് അസാധ്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. പിന്നെ ഇനി അഥവാ അമേരിക്ക റഷ്യയ്ക്ക് എതിരെ തിരിയുന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ റഷ്യയെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇറാൻ ഉണ്ടാവും, ചൈന ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ രാജ്യങ്ങളുണ്ടാവും. അമേരിക്ക ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് പെടുന്നുണ്ടെങ്കിൽ അതിനെ പൂട്ടാനും ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പൊ ഇനി എത്ര തന്നെ വലിയ കൊലകൊമ്പനാണെങ്കിലും തീർച്ചയായിട്ടും എത്ര ശക്തിയില്ലാത്തവനാണെങ്കിലും ഇതാ ഉക്രൈൻ തിരിച്ചടിക്കുന്നില്ലേ, അതേപോലെ പ്രതിരോധിക്കും. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെയാണ് ക്ഷീണം ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് അമേരിക്ക റഷ്യ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പോകുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇനി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി ട്രംപിന്റെ ഇതുവരെയുള്ള ഒരു സ്വഭാവവും ട്രംപിന്റെ ഇതുവരെയുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പുള്ളിയുടെ കഴിഞ്ഞ 4 വർഷവും ഇപ്പൊ കയറിയിരിക്കുന്ന ഒരു 2 മാസം കൂടെ 1.5 മാസം കൂടെ നോക്കി നമ്മൾ പുള്ളി എടുത്തിരിക്കുന്ന നിലപാടുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ബാക്ക് അടിക്കും. പുള്ളി റഷ്യയോടൊപ്പം വീണ്ടും പോയിട്ട് ജോയിൻ ചെയ്ത് പുടിനെ കുറച്ചുകൂടെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ നേടാനുള്ള ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത്. വീണ്ടും നോക്കിക്കോ, ഇതേ രീതിയിൽ തന്നെ ഉക്രൈന്റെ ആ സൈഡിലുള്ള റിക്വസ്റ്റുകളൊക്കെ വീണ്ടും ഡിനൈ ചെയ്തുകൊണ്ട് റഷ്യയോടൊപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഉക്രൈന്റെ മേളിൽ പ്രഷർ ഇട്ടുകൊണ്ട് ഈ കാര്യം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അതായത് ഇപ്പൊ എന്താണോ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് അതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതായത് പുടിൻ ഈ ഒരു 12 മിനിറ്റ്സ് സംസാരിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉക്രൈന്റെ ഉള്ളിൽ സമാധാനം വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവരൊക്കെ ആ രാജ്യത്ത് തിരിച്ചു വന്ന് താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ആഡ് ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ ഉള്ളിൽ ഇലക്ഷൻ നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് റൂട്ട് കോസ്, എന്തിന്റെ കാരണം കൊണ്ടാണ് ഈ ഒരു യുദ്ധം തുടങ്ങിയത്, നാറ്റോയിൽ ചേരാൻ പാടില്ല എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്, ആ ഒരു റിക്വസ്റ്റിനെ പോലും ഒരു രീതിയിൽ മാനിക്കാണ്ട് എടുത്തു ചാടി നാറ്റോയിൽ പോയി ചേരാൻ വേണ്ടി, ഓക്കെ ഉക്രൈൻ ഒരു സോറിയൻ രാഷ്ട്രമാണ്, അവർക്ക് നാറ്റോയിൽ ചേരാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷേ ഇത് റഷ്യയുടെ അതിർത്തിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അതിർത്തിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവർ റഷ്യ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ചു, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഉക്രൈൻ ഞങ്ങളെ ആക്രമിച്ചിട്ടാണ് ഞങ്ങൾ ആക്രമിച്ചത്, അങ്ങനെ ഫേക്ക് നറേറ്റീവ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളാണ് ആക്രമിച്ചത്, റഷ്യയാണ് അറ്റാക്ക് ചെയ്തത്, അതിന് കാരണം ഇതാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാറ്റോയാണെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംരംഭങ്ങളും ഇവിടെ വരാൻ പാടില്ല. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യ എന്താണോ ആഗ്രഹിച്ചത് പറഞ്ഞത്, അതിന്റെ പോയിന്റ്സ് നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞെങ്കിൽ ഒരു 2 പോയിന്റ്സ് എങ്കിലും റഷ്യയുടെ സൈഡിൽ നിന്നുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്താൻ ഈ 30 ഡേയ്സ് സീസ് ഫയർ ഡീൽ പരാജയപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. റഷ്യയുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കാതെ ഓൺലി ഉക്രൈന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു സീസ് ഫയർ ഡീലായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുടിൻ ഒരിക്കലും കഥ കടച്ച് തീരെ അങ്ങ് ഒഴിവാക്കി വിട്ടിട്ടില്ല. ഇപ്പോഴും ഓപ്ഷൻ ഓപ്പൺ ആണ്. അമേരിക്കയ്ക്ക് തീരുമാനിക്കാം റഷ്യയുടെ താല്പര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. നിയോ കോളനൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ 3 സീരീസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു അമേരിക്കയുടെയും ഈ യൂറോപ്യൻ യൂണിയൻസിന്റെയും ഈ ഫ്രാൻസിന്റെയും ഒക്കെ കളികൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ മേഖലയിൽ ഇവർ കാണിക്കുന്ന എല്ലാ തന്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ നടക്കുന്ന വിഷയം വേറെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ ഈ ഒരു യുദ്ധം നിർത്താൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലത്. പുടിന്റെ ഈ ഒരു സ്പീച്ചൊക്കെ ഒരു സൈഡിൽ നിന്നാലും ഇന്നലെ മിലിറ്ററി യൂണിഫോം ധരിച്ചുകൊണ്ട് പുള്ളി കേഴ്സ്ക് മേഖലയിൽ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കേഴ്സ്ക് ഭാഗത്തൊന്നും അങ്ങനെ ആരും അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ പോകാറില്ല. അതിന്റെ തലേ ദിവസം ഇതേപോലെ ആർമി ഹൈ റാങ്കിലുള്ള ഒരു ഓഫീസർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പല ഓപ്പറേഷൻസും വളരെ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഈ കേഴ്സ്ക് ഭാഗം വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 85%, 90% അവിടെ ലോക്ക്ഡ് ആണ് ഈ കേഴ്സ്ക് ഭാഗം. ഇപ്പോൾ ഇനിയിപ്പം ഈ ഒരു അതിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന ഉക്രൈൻ സോൾജേഴ്സിന് അത്ര പെട്ടെന്നൊന്നും പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കേഴ്സ്ക് ഭാഗം പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇന്ന് വരുന്ന വാർത്ത. പീസ് ഡീലിന് ഓക്കെ പറയുമ്പോൾ പോലും 332 ഡ്രോണോളം അയച്ച് റഷ്യയിലേക്ക് ഉക്രൈന്റെ ഭാഗത്തുനിന്ന് എയർ ചെയ്യപ്പെട്ടു. അപ്പൊ അതില് 92 ഡ്രോൺ മോസ്കോയിലെത്തി, ബാക്കിയെല്ലാം കേഴ്സ്ക് മേഖലയിലാണ് ഇവർ പോയത്. ഇതിനകത്ത് ഒരു വേൾഡ് റെക്കോർഡും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ച് മെജോറിറ്റി ഡ്രോൺസിനെ എല്ലാം തന്നെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ തുച്ഛമായ നമ്പേഴ്സ് മാത്രമാണ് ഈ ഒരു മോസ്കോയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പോയി വീണത്. കാരണം ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊന്നും ഈ വക ഈ ഡിഫൻസ് ഒന്നും അത്ര ആക്റ്റീവായിട്ട് വെച്ചിരുന്നില്ല. കാരണം റെസിഡൻഷ്യൽ ഏരിയയെ ടാർഗറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പൊതുവിലെ ഒരു യുദ്ധത്തിൽ റഷ്യ ഇതുവരെ കീപ്പ് ചെയ്ത് വെച്ചിരുന്ന. നമ്മളൊരു ആക്രമണം നടത്തുന്ന സമയത്ത് അതിന്റെ പാർശ്വഫലമായിട്ട് റെസിഡൻഷ്യൽ ഏരിയാസ് അഫക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വേറെ കാര്യം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയയെ എയിം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പുടിൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉക്രൈന്റെ ഭാഗത്തുനിന്നും അങ്ങനെ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇങ്ങനെ വിട്ട സ്ഥിതിക്ക്
ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മോസ്കോയിൽ എത്തിയ 92 ഡ്രോണോളം മോസ്കോയിൽ എത്തിയെങ്കിൽ 60-ൽ പരം ഡ്രോണുകൾ അവിടെ തന്നെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കിയുള്ള ഡ്രോണുകൾ ഈ കേസ്ക് ഭാഗത്തൊക്കെ അയച്ച ഡ്രോണുകളെല്ലാം മാക്സിമം ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. റഷ്യയുടെ ഡിഫൻസ് ടെക്നോളജി വളരെ ആക്റ്റീവായിട്ട് തന്നെ അതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു വേൾഡ് റെക്കോർഡാണ്. ഇത്രമാത്രം ഹൈ നമ്പേഴ്സ് ഓഫ് ഡ്രോൺസ് ഇന്റർസെപ്റ്റ് ചെയ്തതിന് ഉള്ള വേൾഡ് റെക്കോർഡാണ് റഷ്യക്ക് കിട്ടാൻ പോകുന്നത്. ഹൈ നമ്പേഴ്സിലുള്ള ഡ്രോൺസ് ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് വേറെ ഒരു രാജ്യത്തിലുള്ള യുദ്ധത്തിലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതും ഒരു വാർത്തയാണ്. നമുക്ക് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അവർ ഏത് രീതിയിലുള്ള ടെക്നോളജിയാണ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ എന്ത് കാര്യത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും അത്ര ഓപ്പൺ ആയിട്ട് ഒരു രാജ്യങ്ങളും പുറത്ത് പറയത്തില്ല. പ്രത്യേകിച്ച് റഷ്യയെ പോലത്തെ രാജ്യങ്ങളൊക്കെ പുറത്ത് പറയാറില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അവരുടെ അടുത്ത് ആയുധമില്ല, അവരുടെ അടുത്ത് വെപ്പൺസ് ഇല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ട്രംപ് നയിക്കുന്ന അമേരിക്ക ഉക്രൈന്റെ പക്കൽ നിന്നുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇത് ട്രംപ് തീർച്ചയായിട്ടും പുടിന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകും. അഥവാ പുടിൻ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നിൽക്കുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു സീസ് ഫയർ ഡീൽ ഓക്കെ പറഞ്ഞേനെ. അപ്പൊ ഇപ്പം ട്രംപിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഉക്രൈൻ ഒരു ഓപ്ഷൻ കൊടുത്തു, ഉക്രൈൻ ഇങ്ങനെയാണ് മറുപടി തന്നത്. റഷ്യക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു, റഷ്യ ഇപ്പൊ ഇങ്ങനെയാണ് മറുപടി തരുന്നത്. ഇതൊരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ്. ഇത് രണ്ടുപേരുടെയും നിലപാട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫറെന്റ് മെത്തേഡാണ്. ഇനിയിപ്പോ ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങളൂടെ ഒരുമിച്ചാക്കിയിട്ട് ഇതിൽ നിന്നും കൺസോളിഡേറ്റ് ചെയ്ത് രണ്ടുപേർക്കും അമിക്കബിളി അക്സെപ്റ്റബിൾ ആകുന്ന ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിട്ട് ഒരു സീസ് ഫയർ ഡീലിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് വിത്തിൻ 2 to 3 ഡേയ്സിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ യുദ്ധമായിട്ട് നടക്കുന്നെങ്കിൽ റഷ്യ താറുമാറായിട്ട് ഉക്രൈനെ അടിച്ച് അങ്ങ് തോലയ്ക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉക്രൈന്റെ സ്ഥലം കൂടുതൽ കയറി പിടിക്കുകയും ചെയ്യും. അത് ട്രംപ് അല്ല, ആർക്കും ഒന്നും യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും തന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഉക്രൈൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാൻ. ഇതുവരെ ഉക്രൈന് കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ഒരു സഹായങ്ങളോ ഒരു ഹെൽപ്പും ഒരു പൈസയും ഒരു മിലിറ്ററി എയ്ഡും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ പുടിൻ ഈ ഒരു 30 days സീസ് ഫയർ ഡീല് ഓക്കെയാണ്, കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വ്യത്യാസം സംഭവിക്കാൻ പോകുന്നില്ല. ഉക്രൈൻ ഒരു കാര്യങ്ങളും പ്ലസ് ആയിട്ട് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇതേപോലെ തുടരുകയും ചെയ്യും. റഷ്യയുടെ സൈഡിൽ നിന്ന് ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ്. ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ നിങ്ങൾ 2014 മുമ്പുള്ള ബോർഡറിലേക്കൊക്കെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിൽ സ്ഥലം കയറി പിടിച്ച് ഇത്രയും പൈസയും മുടക്കി വന്ന ആള് ഒരിക്കലും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ട്രംപ് വന്ന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് അങ്ങനെ പോകത്തില്ല. അത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിലൊരു നെഗോസിയേഷൻ ഡീൽ തന്നെ വേണം, നല്ല രീതിയിലുള്ള സ്ട്രോങ് നെഗോസിയേഷൻ തന്നെ വേണം. അത് നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. റഷ്യക്ക് ആ ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ താല്പര്യമുണ്ട്. അവിടെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഉക്രൈന്റെ സ്ഥലങ്ങളിൽ റഷ്യക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് റഷ്യ അവിടെ നിന്ന് മാറിപ്പോകുമെന്ന് വിചാരിക്കേ വേണ്ട. അത് നടക്കാത്ത കാര്യമാണ്. ഈ ഒരു നമ്മളിപ്പോ ബലൂചിസ്ഥാൻ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹക്കീം ബലൂച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ബലൂചിസ്ഥാൻ നാഷണൽ മൂവ്മെന്റ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ മിലിറ്ററി റോങ് നറേറ്റീവ്സ്, അഥവാ ഈ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് മിലിറ്ററിയുടെ മേലുള്ള വിശ്വാസം പോകാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വെളിയിൽ പബ്ലിഷ് ചെയ്ത് വിടുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ ഫിൽറ്റേഡ് ആയിട്ടുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു BLA ആർമി എന്താണോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളെ കുറിച്ച് പുറത്തൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവരുടെ കയ്യിൽ ബന്ദികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ആർമി തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരുന്നില്ല ഫൈറ്റ് ചെയ്യാൻ. കാരണം ഫൈറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ. അതിലുപരിയായിട്ട് കുറെ ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഹക്കീമിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് കാര്യങ്ങൾ. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമി പിടിച്ചു വെച്ചിരിക്കുന്ന ബലൂചിസ്ഥാനികളെ മൊത്തത്തിൽ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അത് നടന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. എത്രത്തോളം കാലതാമസം വരുന്നോ അത്രത്തോളം കൊലപാതകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേ പോകുന്നുള്ളതാണ് കാര്യം. ഒരുപാട് വാർത്തകൾ, വിവിധ തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ അതിൽ നമ്മൾ ശരിയായ വാർത്ത കണ്ടെത്തി നിങ്ങളുടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചാലഞ്ച് ഉള്ള കാര്യമാണ്. പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബലൂചിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇതൊരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇപ്പോഴും ഈ ബന്ദികളായിട്ട് ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. 33 മണിക്കൂർ പാകിസ്ഥാൻ ആർമി ഈ BLAയുമായിട്ട് കൺഫ്രണ്ട് ചെയ്ത് 33 മണിക്കൂറിന് ശേഷം അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനുള്ള സാമഗ്രികളുമായിട്ടാണ് അവർ വന്നത്. ഈ ഒരു മേഖലയിൽ ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒറ്റ മാർഗമേ ഉള്ളൂ, ചർച്ച നടത്തുക എന്നുള്ളത്. ആ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ ആർമി തയ്യാറാവണം. പാകിസ്ഥാൻ ആർമി തയ്യാറായേ പറ്റൂ. രഹസ്യമായിട്ടെങ്കിലും ഈ ചർച്ച നടത്തുക, അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു മലയുടെ മുകളിലാണ് ഇവരെല്ലാം പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പാകിസ്ഥാൻ ആർമിക്ക് പരിമിതികളുണ്ട്. ഇത് പോയി ഫൈറ്റ് ചെയ്ത് തിരിച്ചിങ്ങനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് പരിമിതികളുണ്ട്.
അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ചർച്ച നടത്തുക എന്നുള്ളതാണ്. ഇപ്പോഴും സ്ഥിതി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കൂടി പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.